ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു കക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഇതിൻ്റെ രുചി അസാധ്യമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ഒരു മൺചട്ടി എടുത്ത് കക്ക ഇറച്ചി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇത് തീ മീഡിയം ഫ്ലെയിമിലിട്ട് അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവാൻ 10 to 15 മിനിറ്റ്സ് വേണം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 സവാള അരിഞ്ഞതും 2.5 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. വഴന്നു വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പൊടികൾ പച്ചമണമെല്ലാം മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ചൂടായി വരുമ്പോൾ പൊട്ടുന്ന ഒച്ച കേൾക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ഏത് പാകത്തിൽ വേണമെങ്കിലും ആക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ നന്നായി ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പിടി ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതിനോടൊപ്പം നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് ഈ കക്ക ഇറച്ചിയും മസാലയുമായി നന്നായി ചേർന്ന് വരുമ്പോൾ ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ രുചികരമായ കക്ക ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.